ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് ഒത്തിരി പേര് വന്ന് എന്നോട് എന്താണ് കാരണം മാറി നിൽക്കുന്നത്, അസുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അസുഖമൊന്നുമില്ലായിരുന്നു, പേഴ്സണലായ കുറച്ച് കാര്യം കൊണ്ട് മാറി നിന്നാണ്. ഏതായാലും അന്വേഷിച്ചല്ലോ, ഞാനും വന്നില്ലേ, അന്വേഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ. കുറച്ച് പേരൊക്കെ പഴയ വീഡിയോയുടെയൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്ത് പറ്റുമായേ, സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. എല്ലാവരോടും നന്ദി കേട്ടോ, സ്നേഹവും. പിന്നെ ഇന്നിപ്പം ചെയ്യുന്ന വീഡിയോ ലിച്ചി പോയി പൊങ്കാലയിട്ട ഒരു വീഡിയോ ആണ്. അതിന് ഇത്രമാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതേപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഈ പൊങ്കാല എന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നിരീശ്വരവാദികളല്ലാത്ത എല്ലാവരും വളരെ വിശ്വാസത്തോടെ അതിടാൻ പോകുന്നവർ വളരെ വിശ്വാസത്തോടെ ഇടുന്നതാണ്. ഈ പ്രാവശ്യത്തെ മേയർ അതിനുള്ള എല്ലാ സൗകര്യമൊക്കെ ഒരുക്കി വളരെ ഗംഭീരമായിട്ട് നടന്നതാണ് ഈ പ്രാവശ്യത്തെ പൊങ്കാല. കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ലിച്ചി എന്ന് പറയുമ്പോൾ അന്ന പോകുമ്പം അവര് സാധാരണഗതിയിൽ ഇനാഗ്രേഷനൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു വേഷവും ആ ഒരു നിപ്പും പരുവും എല്ലാം നമ്മൾ സ്ഥിരം കാണാറുള്ള സാരി ആയിരിക്കും വേഷം. ഈ സാരി എന്ന് പറയുമ്പോഴത്തേനും സാരിയെ പറ്റി പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഏറ്റവും മനോഹരം, ഒരു കവിത പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും മനോഹരമായിട്ട് ധരിക്കാവുന്ന ഒരു വേഷമാണ് സാരി. പണ്ട് തൊട്ടേ നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് പോകുന്ന ഒരു വേഷം. പക്ഷേങ്കിൽ അതോടൊപ്പം തന്നെ സാരിയെ പറ്റി ഒരു അപവാദം കൂടെ പറയുന്നുണ്ട്. ഏറ്റവും വൾഗർ, ഏറ്റവും വൃത്തികേടായിട്ട് ഉടുക്കാവുന്ന അല്ലെ ധരിക്കാവുന്ന ഒരു വേഷം കൂടെയാണ് സാരി. അത് ആ എടുക്കുന്ന സ്ത്രീയുടെ മനസ്സ് പോലെ ഇരിക്കും ആ സാരി, അത് എങ്ങനെ ഉടുക്കണം എന്നുള്ളത്. അതാണ് സാരിയെ മാത്രം ഒന്നും പറയാൻ പറ്റത്തില്ല. 5 മീറ്ററോ 6 മീറ്ററോ ഉള്ള ഒരു കഷ്ണം തുണി ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ഏറ്റവും ഒരു സ്ത്രീക്ക് ഭംഗിയായിട്ടും ഏറ്റവും മാന്യമായിട്ടും ഒരല്പ ശരീരഭാഗം പോലും പുറത്ത് കാണിക്കാതെ ഏറ്റവും മനോഹരമായിട്ട് ഉടുക്കാം. എന്നാൽ കാണിക്കരുതെന്ന് തോന്നുന്ന എല്ലാ ഭാഗവും വെളിയിലിട്ട് കാണിച്ചും ആ സാരി ഉടുക്കാം. അങ്ങനെയാണ് ലിച്ചി സാധാരണ ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ രീതിക്ക് ഇതുപോലെ പവിത്രമായ ഒരു ചടങ്ങിന് പോകുമ്പം ഇതേപോലെ ചെയ്തത് വളരെ മോശമാണ്. കമന്റ് ബോക്സിൽ അത് അങ്ങനെയുണ്ട്, ഇഷ്ടംപോലെ കമന്റ് ബോക്സിൽ കമന്റിൽ ആൾക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. വേണമെങ്കിൽ കുലശ്രീ എന്നൊക്കെ വിളിക്കാം. എന്നാലും ഇതൊരു പവിത്രമായ ചടങ്ങാണ്. ജാതി മതം ഒന്നും നോക്കാതെ, രാഷ്ട്രീയം ഒന്നും, ജാതി മതം സമുദായം ഒന്നും നോക്കാതെ ആൾക്കാർ ഒരു വിശ്വാസത്തോടെ പോയി. പലരും ഓരോ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയാണ് പൊങ്കാലയിടുന്നത്. എന്നാലും അങ്ങനെ വരുന്ന ഒരു ഇതിൽ വരുമ്പോൾ ആ ഒരു പൈതൃകം എന്നൊക്കെ പറയുന്നാൽ അത് കാത്തു സൂക്ഷിച്ച് ആ രീതിക്ക് വേണം വരാൻ. അല്ലാതെ ഇനാഗ്രേഷന് പോകുന്ന പോലെ പല വശവും പല സൈഡും ചാടിയും തൂങ്ങിയും എല്ലാം കാണിച്ചും അതിന് പിന്നെ അവിടെ പോയി വീഡിയോ എടുക്കുന്ന മീഡിയക്കാരെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മളാണ് അത് മാന്യത കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് കണ്ടുവരാം. ഇതിന്റെ അകത്ത് പറയാതിരിക്കാൻ പറ്റില്ല, മീരയുടെ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. മീര വീടിന്റെ അടുത്താണെന്നാ പറയുന്നത്. അപ്പോൾ മീരയുടെ വിചാരം സ്വന്തം വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത അവരുടെ അടുക്കളയിൽ അവർ സാരി ഉടുത്ത് നിന്നാൽ എങ്ങനെ ഇരിക്കും. കാരണം വീട്ടിൽ ആരുമില്ല, സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാരിയാണ് ഉടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ സാരിയിൽ അധികം ശ്രദ്ധിക്കാതെ സാരി ഇങ്ങനെ അലമ്പായിട്ടിട്ട് അല്ലെ ആരും അവിടെ ഇല്ല എങ്കിൽ സ്വന്തം അടുക്കളയിൽ നിൽക്കുന്ന ഒരു രീതിയിൽ ഇത്രയും മീഡിയക്കാരുടെ മുന്നിൽ വന്ന് ശരിക്കും മീര നിൽക്കുന്നുണ്ട്. മീരയ്ക്കൊക്കെ എന്തു പറ്റിയെന്ന് ഞാനത് കണ്ടപ്പോൾ ഓർത്തത്. ഇത്രയും മീഡിയക്കാരുടെ മുന്നിൽ ഇത് പൊതുസ്ഥലത്ത് വന്ന് നിൽക്കുന്നതല്ലേ. സാരി ഉടുക്കുമ്പോൾ വീട്ടിൽ അടുക്കളയിൽ ആരും ഇല്ലാത്ത ഒരു അടുക്കളയിൽ നിൽക്കുന്ന ഒരു രീതിയിൽ അലമ്പായിട്ട് ശ്രദ്ധിക്കാതെ ഉടുത്തു വന്ന് മീര നിൽക്കുന്നുണ്ട്. ഇത് പറയാനൊരു കാര്യമുണ്ട്. മീരയുടെ ഇത് കണ്ടോ, എന്നിട്ട് പറയാം. കാലം തൊട്ടിടുന്നുണ്ട് ഇത് ചേച്ചിയുടെ എത്രാമത്തെ പൊങ്കാലയാണ്? ഓർമ്മ കാലം തൊട്ട്
പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ, എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്കൊന്നും ഓർമ്മ പക്ഷെ കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയുടെ ചോദിച്ചാൽ പെട്ടുപോകും നമ്മള്. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടറാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. മീര പറഞ്ഞത് ഇപ്പൊ കേട്ടല്ലോ, അങ്ങനെ അടുത്തുള്ളതൊക്കെയാണ്. ഇതിനു മുന്നേ ലിച്ചി കാണിച്ചത് കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് നീള നമ്പ്യാർ, അസി ഹസൻ, അവര് ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് ഉള്ള ആളാണ്. തുണി ഇല്ലാതെ നടക്കാൻ അവർക്ക് ലൈസൻസ് ഉണ്ടെന്ന് വേണേ പറയാം. കാരണം നമ്മൾ അവരെ കണ്ടിരിക്കുന്ന അങ്ങനെ. അവരെയൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി കാണാൻ പോലും കിട്ടില്ലാത്ത ആൾക്കാർ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോയിലൊക്കെയാണ് അവരെ കാണാറുള്ളത്. അവര് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്, നല്ല അന്തസ് വേഷത്തിൽ വന്നിരിക്കുന്നു. അതാണ് പറയണ്ടേ. അവർക്ക് ലൈസൻസ് ഉണ്ട്, ആൾക്കാർ വെടി എന്ന് പച്ചയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാം ശരി തന്നെ. പക്ഷെ ഈ ഒരു ചടങ്ങിന് വന്നപ്പോൾ അവർ ആ ചടങ്ങിന്റെ പവിത്രത, കാരണം ശ്രീകോവിലിന്ന് ഇതിന്റെ അകത്ത് പൂജാരി വന്ന് തീർത്ഥം തളിക്കുന്നതാണ് ഇവർ ഇടുന്ന പൊങ്കാലയിലൊക്കെ. അപ്പം ആ ഒരു പവിത്രത എന്തു പറഞ്ഞാലും, അസി ഹസൻ എന്ന് പറയുന്ന മുസ്ലിമാണ് ഈ നിള നമ്പ്യാര്. അവർക്ക് ഹിന്ദുക്കളുടെ എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ഈ ഒരു പൊങ്കാലയ്ക്ക് അങ്ങനെ ജാതി മതമൊന്നുമില്ല. വിശ്വാസത്തോടെ ദേവിയെ വിളിക്കുക, അത്ര തന്നെ. കാര്യങ്ങളൊക്കെ ദേവി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ എല്ലാ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് എല്ലാവരും പൊങ്കാലയ്ക്ക് പോകുന്നത്. പക്ഷെ അവരെ ഈ ഒരു കാര്യത്തിൽ മാനിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ആ ചടങ്ങിന്റെ പവിത്രത കളഞ്ഞു കുളിച്ചില്ല. മാന്യമായ വേഷത്തിൽ വന്നു നിന്ന് പൊങ്കാല ഇട്ടേച്ച് പോയി. അതൊന്ന് കാണാം. അപ്പൊ എന്തു പറഞ്ഞാലും നിള നമ്പ്യാരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഈ അവരെന്തു ആയിക്കോട്ടെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തു ആയിക്കോട്ടെ, ഈ ചടങ്ങിൽ വരുമ്പോ ആ ചടങ്ങിനെ അപമാനിക്കുക, അല്ലെ അതൊരു മാർക്കറ്റ് ആക്കാതെ അതൊരു അവസരമാക്കുക. ലിച്ചി ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിന്നാലും ലിച്ചിക്ക് ബിസിനസ് ആണ് മുഖ്യം. ഇപ്പൊ ഹണി റോസ് വലിയ ഇനാഗ്രേഷൻ ഒന്നും പോകാതിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഇനാഗ്രേഷൻ കിട്ടുന്നത് ലിച്ചിക്കാണ്. അപ്പൊ ഒന്നുകൂടെ അവിടെ കൂടെ ഒരു ബിസിനസ് ആക്കുക ചെയ്ത്, ബിസിനസ് തന്ത്രമാണ് ലിച്ചി ചെയ്തത്. ലിച്ചി അവിടെയും സാരി പ്രദർശനം, അല്ലെങ്കിൽ ഇച്ചിരൂടെ ഇറക്കം കുറഞ്ഞ ബ്ലൗസ്, ഇങ്ങനെ വെട്ടി താത്തിയ ബ്ലൗസ് ഇട്ട് അത് പ്രദർശിപ്പിച്ച് ഇങ്ങനെ എല്ലായിടവും കാണിച്ച് പറയുമ്പോ എന്താണ് സെറ്റ് സാരി എടുത്തെന്നുള്ള രീതി. അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്താണ് ലിച്ചി. അതും ബിസിനസ് ആക്കുകയാണ് ചെയ്തത്. പക്ഷെ നിള നമ്പ്യാർ വന്നപ്പം അവര് ഭക്തിയോടുകൂടി വന്ന് അവരവരുടേതായ ആ ഒരു എല്ലാത്തിനെയും, സമൂഹത്തെയും എല്ലാത്തിനെയും മാനിച്ചാണ് അവർ പെരുമാറിയിരിക്കുന്നത്. ലിച്ചി അങ്ങനെയൊന്നുമല്ല. ലിച്ചി ഇത് ഒരു അവസരമായിട്ട് കരുതുകയാണ് ചെയ്തത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതേപ്പറ്റി എന്താണ് പറയാനിരിക്കുന്നത് ഇത്രയധികം എന്ന് ചിന്തിക്കാമെങ്കിലും പറയാനുണ്ട്. കാരണം എല്ലാത്തിനും ഒരു വിശ്വാസമില്ല ലിച്ചിയുടെ പെരുമാറ്റത്തിൽ. കാണുമ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസമല്ല, ഇതും ഒരു ബിസിനസ് തന്ത്രം എന്ന് പറയുന്ന പോലെ ഇനാഗ്രേഷൻ കൂടുതൽ കിട്ടാനും എല്ലാം ആയിട്ടുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് തോന്നിയത്. കാരണം ആ പവിത്രതയൊന്നും, ആ ചടങ്ങിനുള്ള പവിത്രതയൊന്നും ലിച്ചി കൊടുത്തിട്ടില്ല. അവിടെ ലിച്ചിയുടെ ബോഡി പ്രദർശിപ്പിക്കുക, അതിലൂടെ ബിസിനസ് ഉണ്ടാക്കുക, ഇനാഗ്രേഷൻ കൂടുതൽ ഉണ്ടാക്കുക, കൂടുതൽ ധനം സമ്പാദിക്കുക, ഇത് മാത്രമാണ് ചെയ്തത്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഭക്തിയും അങ്ങനെയുള്ള ഒന്നും വന്നിട്ടേ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. ഈ കാര്യത്തിൽ നിള നമ്പ്യാരെ നമുക്ക് ബഹുമാനിക്കാൻ തന്നെ തോന്നും. ബാക്കിൽ അവർ എന്ത് ചെയ്താലും ഈ ചടങ്ങിനെ അവർ ബഹുമാനിച്ചിട്ടുണ്ട്, അതിന് കൊടുക്കേണ്ട ഒരു പവിത്രത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.